ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പോയ ഒരു മാളിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് ദോഹയിൽ നമ്മൾ റയാനിലുള്ള വില്ലാജിയോ മാളാണ്. ഒരു ഇറ്റാലിയൻ മോഡലൊക്കെ ഇൻറ്റീരിയർ വരുന്ന ഒരു മോളാണ് കേട്ടോ. അടിപൊളി മോളാണ്. ഇത് ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് കേട്ടോ. മാളിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇതൊക്കെ ഫുള്ള് ആർട്ടിഫിഷ്യൽ ലീവ്സും ഫ്ലവേഴ്സൊക്കെ ആണെങ്കിൽ കൂടി നല്ലൊരു ഒറിജിനാലിറ്റി, നല്ലൊരു ആംബിയൻസാണ് നമുക്ക് ഉള്ളിൽ വരുമ്പോൾ തന്നെ. സെൻട്രലിൽ കയറുമ്പോൾ തന്നെ ഒരു ചെറിയ പോണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത് പെരുന്നാളിനനുബന്ധിച്ച് അവിടെ ഒരു ഈദ് മുബാറക്കിൻ്റെ വലിയൊരു ലൈറ്റിംഗ് ഫോട്ടോ സ്റ്റേഷനൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് ഷോപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഏകദേശം ഒരു 10-200 ഷോപ്പുകളും ഉണ്ട് അവിടെ ഫുള്ളായിട്ട്, മോളിൽ ഫുള്ളായിട്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നല്ല അടിപൊളി മാളാണ്. നമുക്ക് പറഞ്ഞ പോലെ തന്നെ നല്ല ഫുള്ള് ബ്രാൻഡഡ് ഷോപ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊരു ബാഗിൻ്റെ ഷോപ്പാണ്. ആ സമയത്താണ് യശുവിന് വാഷ്റൂം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ വാഷ്റൂമിലേക്ക് പോകുന്ന വഴികളൊക്കെ പറഞ്ഞ പോലെ നമ്മളൊരു പാലസിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ നടന്നു പോകുന്ന പോലെ നല്ലൊരു കൊട്ടാരത്തിലെ പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു അതിൽ കൂടെ പോകാനൊക്കെ ആയിട്ട്. വാഷ്റൂം ഒരു ചെറിയ വാഷ്റൂമായിരുന്നു. ഒരുപാട് നമ്മളങ്ങനെ പുറമേ കാണുന്ന അത്ര സെറ്റപ്പൊന്നും ഉള്ളിലുണ്ടായിരുന്നില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഷ്റൂം മാത്രമേ ഉള്ളൂ. ആണ് വാഷ്റൂമിൻ്റെ ഉള്ളൊക്കെ കാണുന്നത്. അത്രയും തന്നെയുള്ളൂ. നോർമലി അവിടെ കാണാറുള്ള പോലത്തെ വാഷ്റൂമൊക്കെ തന്നെ. പിന്നെ നമ്മൾ വീണ്ടും ഷോപ്പിംഗ് ഇതിൻ്റെ മോളിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വീണ്ടും ഇതുപോലെ ഫുള്ള് രണ്ട് സൈഡിലും നല്ലോണം ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2006 കേട്ടോ ഈ മോള് ഓപ്പൺ ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞ ഹൈലൈറ്റ് സംഭവം. ഈ മോളിൻ്റെ ഉള്ളിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ കനാലുണ്ട്. ഏകദേശം 150 മീറ്ററോളം ലെങ്ത് ഉണ്ട് കേട്ടോ ഈ കനാലിന്. അപ്പോൾ ഇതിൽ കൂടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. 50 റിയാൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ഈ എൻഡിൽ നിന്ന് നെക്സ്റ്റ് എൻഡ് വരെയും ബോട്ടിംഗ് സർവീസ് ഉണ്ട്. 150 മീറ്റർ അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇത് ജസ്റ്റ് ക്ലിയർ വാട്ടറാണ്, അധികം ആഴമൊന്നുമില്ല. നമുക്ക് താഴെ നോക്കിയാൽ തന്നെ അതിൻ്റെ അടിഭാഗമൊക്കെ കാണാൻ പറ്റും. നല്ല ക്ലിയർ വാട്ടറൊക്കെയാണ്. ഇതാണ് ഈ മോളിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള, ഖത്തറിൽ തന്നെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള മാൻമെയ്ഡ് കനാലാണ് കേട്ടോ. ഇത് ഇൻഡോർ കനാലാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു മോളിൻ്റെ ഉള്ളിലാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഔട്ട്ഡോറായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല ഈ കനാലിന്. ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിൽ തന്നെ എൻഡ് ചെയ്യുന്നു. അതാണ് കേട്ടോ. ഓക്കെ, നല്ല സൂപ്പറാണ് കേട്ടോ. അത് കാണാൻ തന്നെ പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും ഈ പറഞ്ഞ പോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞ പോലെ ആളുകളൊക്കെ ഇന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ കയറിയില്ല. അതിൽ കുറച്ച് വീഡിയോസ് എടുത്ത് നമുക്ക് ടൈം ഒരുപാട് ലേറ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ വേഗം കുറച്ച് വീഡിയോസ് എടുത്ത് അങ്ങനെ പോകുന്നതാണ്. ഫുള്ള് കസ്റ്റമേഴ്സും കാര്യങ്ങളും, ഉള്ളിലെ റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ നമ്മൾ പെർഫ്യൂമിൻ്റെ ഷോപ്പുകൾ, കുറച്ച് ജ്വല്ലറീസ്, പിന്നെ വാച്ചിൻ്റെ, അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. കുറേ ലക്ഷറിയാണ് കുറേ കാര്യങ്ങളൊക്കെ. നോർമലി നമ്മൾ കാണുന്ന പർച്ചേസിങ് അല്ല, കൂടുതലും അറബ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഷോപ്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എല്ലാ ബ്രാൻഡഡ് ഡ്രസ്സും ഐറ്റംസും എല്ലാ സംഭവങ്ങളായിട്ടുള്ള എല്ലാ ഷോപ്സും ഒക്കെ തന്നെയാണ് ഉള്ളത്. ഈ മോള് 2006 ഓപ്പൺ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഇതിൽ ഒരു കുറച്ച് നാൾ ഇത് അടച്ചിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2012 ഒരു ഫയർ ഉണ്ടായിരുന്നു ഇവിടെ. കുറച്ച് പേരൊക്കെ മരിച്ചിരുന്നു. അതൊരു ഡെക്കറിൽ തീപിടുത്തം ഉണ്ടായിട്ട് കുറച്ച് പേര് മരിച്ചു. അങ്ങനെ കുറച്ച് നാൾ അടച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റൂഫൊക്കെ ശരിക്കും സ്കൈ പോലെ തന്നെയാണ് കേട്ടോ. നൈറ്റാണ് കൂടുതൽ ഭംഗി കാണാനായിട്ട്. നൈറ്റ് ആകുമ്പോൾ അവരെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ശരിക്കും നല്ല സ്കൈയിലേക്ക് നോക്കുന്ന പോലെ തന്നെ നല്ല ബ്ലൂ ആൻഡ് വൈറ്റിഷ് കളറായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇതതിൻ്റെ ഉള്ളിലെ കോറിഡോറാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്നതാണ്. നടക്കുമ്പോഴൊക്കെ ഒരു സൈഡിൽ നമ്മളുടെ ഈ കനാലാണ് കേട്ടോ ഫുള്ള് വരുന്ന. ഈ കനാൽ ഈ മോളിനെ 2 സൈഡാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കാണ്. അപ്പുറത്തെ ഡെഡ് എൻഡിലും നമുക്ക് കനാലെത്തുന്നിടത്ത് തന്നെ വീണ്ടും ക്ലോസ് ആയിട്ട് വരുന്ന അങ്ങനെയാണ് കേട്ടോ. ഓപ്പോസിറ്റ് കാണുന്ന ഷോപ്പിലേക്ക് പോകാനായിട്ട് സെൻട്രൽ കൂടി 2 സ്ഥലത്തായിട്ട് ചെറിയൊരു ഓവർ ബ്രിഡ്ജ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നടന്ന് അപ്പുറത്തെ ഡെഡ് എൻഡിലേക്ക് എത്താൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ പൂളിൻ്റെ
കനാലിൻ്റെ. ഇപ്പോൾ കുറേ അറബ്സൊക്കെ നടന്നു പോകുന്നുണ്ട്. ഈദ് സമയമായതുകൊണ്ട് കുറച്ച് അധികം റഷായിരുന്നു. നമ്മളിങ്ങനെ പോവുകയാണത്. ആ സൈഡിലൊക്കെ കാണുന്ന ഷോപ്സാണ് കേട്ടോ. ബാഗിൻ്റെയും അതുപോലെ തന്നെ ജ്വല്ലറി, പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി ഷോപ്സാണ്. ഫുള്ള് ലക്ഷറി ഫീലാണ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈദായതുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഈ കനാലിൻ്റെ അടുത്ത എൻഡാണ്. അവിടെ നിന്ന് ബോട്ടിൽ വരുന്നവർ ഇവിടെ എത്തുമ്പോൾ അവസാനിക്കും. അങ്ങനെയാണ്. നല്ല ഒരു ആംബിയൻസ് ആണ് അതിൻ്റെ ഉള്ളിൽ തന്നെ. എല്ലാവരും ഫുള്ള് ഫാമിലി ആൾക്കാർ. ഇതാണ് ഒരു ഓവർ ബ്രിഡ്ജാണ്. അവിടെ വെച്ച് കുറച്ച് ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ട്, പിന്നെ ഉള്ളിലൊരു ഫ്ലവർ ഷോപ്പാണ് അത് കാണുന്നത്. അതിൻ്റെ റൂഫിംഗ് ഒക്കെ നോക്കി നല്ലൊരു ഗ്രാൻഡായിട്ടുള്ളൊരു സംഭവങ്ങളാണ് കേട്ടോ വരുന്നതൊക്കെ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും നമുക്കത് ക്യാമറയിൽ കിട്ടുന്നതിനൊരു പരിധി ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം അത്രയും നല്ലൊരു ഇൻറ്റീരിയറാണ്. ഒരു ചെറിയൊരു ഫൗണ്ടനൊക്കെ ആയിട്ട് ലോട്ടസ് അവന്യൂ എന്നാണ് ഈ ഒരു ഏരിയനെ പറയുന്നത്. ശരിക്കൊരു താമരക്കുളം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഒരു താമരയൊന്നുമില്ല, ഫ്ലവറിൻ്റെ ഷേപ്പുള്ള ഒരു ജസ്റ്റ് ഒരു ഫൗണ്ടെയിൻ വെച്ചിട്ട് ഉള്ള സംഭവമായിട്ട് നല്ല അടിപൊളിയാണ്. നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഉള്ളതാണ്. ഐശു ആണെങ്കിൽ നൂലുപോയ പട്ടം പോലെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. ഫുള്ള് നമുക്ക് അവിടെ നിന്ന് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ്. ഖത്തറിൽ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.